വെൽക്കം ബാക്ക് ടു സാർ ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ്, ഇവിടെ നോക്കടാ, നമുക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ +1 എക്സാം നിങ്ങൾ ഇതുവരെ പബ്ലിക് എക്സാം എഴുതിയിട്ടില്ല, എഴുതാൻ പോകുന്നുള്ളൂ. സാറ് ഞങ്ങൾ എങ്ങനെ +10 ക്ലാസ് കഴിഞ്ഞുള്ളൂ, +1 കയറിയില്ലല്ലോ. അപ്പൊ എങ്ങനെ ഞങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത്? പബ്ലിക് എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ കാണും, എങ്ങനെയാണ് ഈ പേപ്പർ എനിക്കൊന്ന് പല വിഷയങ്ങൾക്കും പല വെയിറ്റേജ് ആണ്, പല സെക്ഷൻസ് വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ നോക്കാം, 1 മാർക്ക് സെക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കണക്കാക്കല്. ഓരോ മാർക്കിനും നമ്മുടെ A+ ഫുൾ മാർക്കിൽ നഷ്ടപ്പെടാം കേട്ടോ. അതുകൊണ്ട് 1 മാർക്ക് സെക്ഷൻ നോക്കാം. 1 മാർക്ക് സെക്ഷൻ ഓക്കെ. അവിടെ നമുക്ക് എന്താണ് 5 മാർക്ക് കേട്ടോ. 5 മാർക്കാണ് വേണ്ടത്. 5 മാർക്കാണ് അവിടെ ഉള്ളതെന്ന് പറയും. ഒരു ക്വസ്റ്റ്യൻ എന്താണ് 1 മാർക്ക് കേട്ടോ. അങ്ങനെ 5 ക്വസ്റ്റ്യൻസിന് 5 മാർക്ക്. ഓക്കെ. അപ്പൊ അതിനകത്ത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷനിലാണ്, അഥവാ നമുക്ക് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് റൈറ്റ് ചെയ്തത് 6 ക്വസ്റ്റ്യൻസിന് കേട്ടോ. യെസ്. അപ്പൊ അതാണ് 1 മാർക്ക്. അതിനകത്ത് എന്തായാലും വേണമെങ്കിൽ ഫുൾ ഫോം വരും. ആസ്കി സ്റ്റാൻഡ് ഫോർ, ആസ്കിയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ. ദെൻ പിന്നെ ബൈനറി ഈക്വലന്റ് ഓഫ് ഒക്ടൽ നമ്പർ എന്നാണ്. അങ്ങനെയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം. വേണമെങ്കിൽ ഇങ്ങനെ വരാം, വാട്ട് ഈസ് ആസ്കി, എന്താണ് ആസ്കി എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. 1 മാർക്ക് ഒറ്റ സെന്റൻസിലുള്ള ആൻസേഴ്സ് വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെയാണ് മിക്കവാറും എന്താണ് 1 മാർക്ക് സെക്ഷനിൽ വരാറുള്ളത്. ഇനിയാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ് ഈ പറഞ്ഞ ഫസ്റ്റ് സെക്ഷനിൽ വരാറുള്ളൂ കേട്ടോ. എല്ലാ ഒരിക്കലും ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 18 മാർക്ക്. ഇവിടെ വെക്കാം 7 to 18. 7 to 18 ആകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 12 ക്വസ്റ്റ്യൻസ് അല്ലേ? 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 12 ക്വസ്റ്റ്യൻസിനകത്താണെങ്കിൽ ആകെ 9 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. 9 ക്വസ്റ്റ്യൻസ് മതി, ഒരു കൂടുതലൊന്നും വേണ്ട. 9 ക്വസ്റ്റ്യൻസ് മതി അല്ലേ? യെസ്. അപ്പം അത് മിക്കവാറും വല്ല എന്തെങ്കിലും കൺവെർഷനോ ഇതുപോലെ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ ഈ 2 പോയിന്റ്സ് 3 പോയിന്റ്സ്, അഥവാ ഇവിടെ 4 അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അവിടെ പോയിന്റ് മാത്രം മതി. അപ്പൊ അത്രത്തെ ഷോർട്ട് പോയിന്റ്സ് വരുന്ന ഒരു സെക്ഷനാണ് 2 മാർക്ക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഇത് തന്നെ. ഇതിനകത്ത് നമ്മൾ ലിറ്റേഴ്സ്, ഐഡന്റിഫൈസ്, ഓപ്പറേറ്റേഴ്സ് ഐഡന്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് വരാറുള്ളത്. എല്ലാം സിമ്പിൾ തന്നെയാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. 3 മാർക്കിന് സെക്ഷനിലാണെങ്കിൽ എത്രയാടാ? 9 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ. മറ്റേ ഇവിടെ 9 ക്വസ്റ്റ്യൻസിനാണ്. ആകെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെന്താണ് 9 ആൻസർ ചെയ്യുക. ഓക്കെ. അഥവാ 19 to 29. ഇത് തന്നെ ആയിരിക്കും നമ്പർ വരുന്നത്. മാറ്റമൊന്നും കാണത്തില്ല. അപ്പൊ അതിനകത്ത് ഇതേപോലെ 3 മാർക്കിന് സെക്ഷൻ ആകുമ്പോൾ എന്തുമായിരിക്കും? റാമോ റോമോ ഡിഫറൻസ് അവിടെ എത്ര 4 പോയിന്റ് വരുന്നുണ്ട് അല്ലേ? 4 പോയിന്റ് ആണെങ്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ 3ൽ കൂടുതൽ പോയിന്റ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും എന്താണ് 3 മാർക്ക് സെക്ഷനിൽ വരാറുള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ ആണെങ്കിൽ ഡേറ്റ ടൈപ്സ് എന്താണ്, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്, അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. കോഡിങ്ങിന്റെ ഔട്ട്പുട്ട് ചോദിക്കാം. കോഡിങ്ങിന്റെ ഔട്ട്പുട്ട് ഒക്കെ ചോദിക്കുന്ന സെക്ഷൻ ഏതാണ്? 3 മാർക്കാണ് കണ്ടുവരാറുള്ളത് കേട്ടോ. അതൊരിക്കലും മിസ്സാക്കല്. ഓക്കെ. ഇതൊന്നും മാറത്തില്ല കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. 5 മാർക്ക്, അഥവാ പാർട്ട് 4. 5 മാർക്കിനകത്ത് ആകെ 2 എഴുതിയാൽ മതി. അതായത് 3 ക്വസ്റ്റ്യൻസ് കാണും. 30 തൊട്ട് 32 3 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ 2 എഴുതിയാൽ മതി. മസ്റ്റ് ആയിട്ട് മക്കളെ അതിനകത്ത് നിന്നാണ് 1 നെറ്റ്വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കും. അതിൽ മാറ്റമില്ല. നെറ്റ്വർക്ക് ചെയ്യുന്ന മസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കും 5 മാർക്കിന്. ഓക്കെ. പിന്നെ ലൂപ്പ് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ എന്താണ് ഈ പറഞ്ഞ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ എന്താണെങ്കിൽ മാറി മറിയാം. വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് വരാം, അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് വരാം. അത് അങ്ങോട്ട് മാറി. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് മാറി മറിയും. പക്ഷെ എന്താണ് 2 ക്വസ്റ്റ്യൻ പെർമനന്റ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും നെറ്റ്വർക്ക് ടോപ്പോളജി നമ്മുടെ ഈ പറഞ്ഞ നെറ്റ്വർക്കും അത് ഫിക്സഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ മാറാം, അല്ലാതെ ഈ ചാപ്റ്റേഴ്സ് മാറത്തില്ല. ഈ 2 ചാപ്റ്റേഴ്സിന് മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാതെ പോകല്ലേ കേട്ടോ. പഠിക്കാൻ പോയാലും വേറെ കുറച്ച് ഊന്നി പഠിക്കുക. 5 മാർക്ക് സെക്ഷൻ എന്തായാലും 10 മാർക്ക് കിട്ടുന്നല്ലോ. സോ ഒരിക്കലും നിങ്ങളെ മിസ്സാക്കി പഠിക്കില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് പഠിച്ച് ജസ്റ്റ് മോഡൽ എക്സാം ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതി തന്നെ ആയിരിക്കും മോഡൽ എക്സാം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വരും സൈലത്തിനോട്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, എന്നിട്ട് ഫൈനൽ എക്സാം നമുക്ക് കൂടുതൽ സെറ്റാക്കാൻ പറ്റും. സോ എന്ത് ചെയ്യാം മക്കളെ, അപ്പൊ സൂപ്പർ സിസ്റ്റം ഒന്നും നിങ്ങൾ മിസ്സാക്കല്ലേ. സൂപ്പർ സിസ്റ്റം ഉടനെ വരുന്നുണ്ട്. അപ്പൊ എന്താ മക്കളെ, എല്ലാവരും സെറ്റ് അല്ലടാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.